പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എല്ലാവർക്കും ശുഭദിനം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം ലാലേട്ടനെ പറ്റി ഒത്തിരി ദിവസമായി വീഡിയോ ചെയ്തിട്ടല്ലേ. ബിഗ് ബോസ് വന്നതിന് ശേഷം അതിൻ്റെ പുറകെ നോക്കി. അപ്പം ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ സിനിമകളൊന്നുമില്ല. അപ്പം ഇനി ഓണം റിലീഫായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്ന് വൈകിയത്. ഏതായാലും ഇപ്പോൾ ഒരു തരംഗമായി മാറിയ ഒരു ലാലേട്ടൻ്റെ പരസ്യമുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഒരു പരസ്യത്തെ പറ്റി പറഞ്ഞിരുന്നു. ലാലേട്ടൻ്റെ പരസ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് വൈറലാവും അല്ലേ. അതുപോലൊരു പരസ്യമാണ് KCLൻ്റെ ക്രിക്കറ്റ് മാച്ചുമായിട്ട് ബന്ധപ്പെട്ട പരസ്യം. 24 മണിക്കൂർ കൊണ്ട് ഏകദേശം 10 ലക്ഷം ആൾക്കാരാണ് ആ പരസ്യം കാണുകയും ഇഷ്ടപ്പെടുകയും. ലാലേട്ടൻ ഒരു പരസ്യത്തിൻ്റെ അഭിനയിക്കുമ്പോൾ എല്ലാവരും കാണുമെന്ന് ഏകദേശം ഉറപ്പാണ്. ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരും ക്രിക്കറ്റ് ഇഷ്ടമില്ലാത്തവരും എല്ലാം. നമ്മളെന്നും പറയുന്ന പോലെ ഈ പരസ്യവും അങ്ങ് വൈറലായി. കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പാണ് ലാലേട്ടൻ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിച്ച് നമ്മളെ ഞെട്ടിപ്പിച്ചത് അല്ലേ. അതിനു മുമ്പ് തുടരും, എമ്പുരാൻ ഒക്കെയായിട്ട് തിയേറ്ററിലോളം സൃഷ്ടിച്ചു. ഇപ്പം തന്നെ 2 പരസ്യത്തിലൂടെയാണ് ലാലേട്ടൻ മലയാളക്കര അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ ആനന്ദത്തിൽ ആറാടിക്കുന്നത്. ലാലേട്ടൻ്റെ ഒരു കാര്യം നമുക്ക് ആ പരസ്യം ഒന്ന് കാണാം. ലാലേട്ടാ, നാളെ മുതൽ എന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഫ്രീ ആക്കണേ. സാറേ, ലാലേട്ടന് നാളെ മുതൽ 2 മണിക്ക് എന്നെയും വിളിച്ചിരുന്നു. 2 മണിക്കൊക്കെ എങ്ങനെ വിടാം? ആളിതൊക്കെ പറയുന്നേ ഉള്ളൂ. ലാലേട്ടൻ അങ്ങനെ ഒന്നും പോവില്ല. ഗോപ്സ് 2 മണിക്ക് ഞാൻ പോകും കേട്ടോ. ലാൽജി, ഷോട്ട് റെഡിയാണ്. എല്ലാം റെഡി. എന്റെ 2 മണി മീറ്റിംഗ് മറക്കണ്ട. ആക്ഷൻ. എന്താ എന്നോട് പറ. എന്ത്? ഗെറ്റ് ഇറ്റ്. 2 മണി. അതെ, അറിയാം, പക്ഷെ പറ്റില്ല. ഞാൻ പോവും. എന്താ ഞാൻ പോവും. ഇവർക്കൊക്കെ ഇത് എന്ത് പറ്റി? ഒരാഴ്ചയായിട്ട് പറയാണ് പ്ലാൻ ചെയ്യാൻ, വിടാൻ പറ്റില്ല. അത്ര എന്ത് പരിപാടിയാണ്? ലാലേട്ടാ, ഈ KCL T20 കാണണല്ലേ ഈ 2 മണി മീറ്റിംഗ്? വഴി ഉണ്ടാക്കാൻ ലാലേട്ടാ. താങ്ക് യു. മോശം KCL T20 ആവേശ ക്രിക്കറ്റ് ഇനി പോരെ. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 7 വരെ സ്റ്റാർ സ്പോർട്സിലും ഏഷ്യാനെറ്റ് പ്ലസിലും ഉച്ചയ്ക്ക് 2 മണി മുതൽ തത്സമയം കാണൂ ആവേശ ക്രിക്കറ്റ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. കേരള ക്രിക്കറ്റ് ലീഗ്. അപ്പം ഈ പരസ്യം കണ്ടാൽ ക്രിക്കറ്റ് കാണാത്തവർ ഇഷ്ടപ്പെടും. ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു. ഷാജി കൈലാസ്, സുരേഷ് കുമാർ, മോഹൻലാൽ. ഇവർ 3 പേരും കൂടെ നിന്നോട്ടൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിനിമയുടെ മായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഒന്നിക്കുന്നോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നി. കാരണം അന്ന് ഞാൻ ഇട്ടിരുന്നു ഇവർ 2 പേരും കൂടെ. പക്ഷേ ഇതിൻ്റെ വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. ഏതായാലും ഇവർ 3 പേരും കൂടെ 6-ാം തമ്പുരാന് ശേഷം ഒരു പടത്തിനകത്ത് ഒന്നിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് ഏകദേശം ഉറപ്പാണ്. പിന്നെ സുരേഷ് കുമാറും ലാലേട്ടനും കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഉടക്കായിരുന്നു എന്ന് നമ്മൾ പറയാം. അതിന് ശേഷം അവരൊക്കെ ഫ്രണ്ട്സ് അല്ലേ, കളിക്കൂട്ടുകാരല്ലേ, കൊച്ചിലെ തൊട്ട് കാണുന്നവരാണ്. എന്തുമാത്രം പിണങ്ങാനാണ്. സുരേഷ് കുമാറിൻ്റെ ആ തലയിലൊക്കെ അടിക്കുന്ന, ആ കഷ്ണിത്തലയിലടിക്കുന്ന ലാലേട്ടൻ്റെ ആ ചലനം ഉണ്ടല്ലോ, അതൊക്കെ പ്രത്യേക സ്റ്റൈലായിട്ടുണ്ട്. ഷാജി കൈലാസ് അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അതുപോലെ ലാലേട്ടൻ്റെ ഓരോ ചലനങ്ങളുമാണ് ഈ പരസ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. ഒരു പ്രത്യേക വൈബ് ഈ ചിത്രത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പരസ്യം ലാലേട്ടൻ അഭിനയിച്ചുകൊണ്ട് മാത്രം അത് ക്ലിക്കാവണമെന്നില്ല. പക്ഷേ അതിനകത്തെ ചില പുതുമകൾ, ചില ചലനങ്ങൾ, ലാലേട്ടൻ്റെ ചില മാനറിസങ്ങൾ ഒക്കെ മലയാള പ്രേക്ഷകർക്ക് പെട്ടെന്ന് കൺവേ ആവും. അതാണ് വർഷങ്ങളായിട്ട് നമ്മൾ ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ കാണുകയും ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ചില മാനറിസങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പതിയുകയൊക്കെ ചെയ്യുമ്പോൾ ചിലത് കണ്ടു കഴിയുമ്പം പെട്ടെന്ന് നമുക്കത് അതുമായിട്ട് ലിങ്കാവും. അതാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. അത് ഈ പരസ്യത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ലാലേട്ടൻ്റെ കണ്ണുകളിലെ ചലനം, കൈകളുടെ ചലനം, ഞാനതാണ് പ്രത്യേകം പറഞ്ഞത്. നമ്മുടെ സുരേഷ് കുമാറിൻ്റെ കഷണ്ടി തലയിൽ ഇട്ടടിച്ചിട്ട് ലാലേട്ടൻ്റെ പ്രത്യേക താളമുണ്ട്. അതൊക്കെ ഈ പരസ്യത്തിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ആൾക്കാരുമായിട്ട് കൺവേ ചെയ്യാൻ ലാലേട്ടൻ്റെ കണ്ണുകൾക്ക് കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ്. ഏതെങ്കിലും പരസ്യം എടുത്തിട്ട് കാര്യമില്ല. ഇതൊക്കെ തന്നെയാണ് ആ പരസ്യം വിജയിക്കാനുള്ളൊരു കാരണം. അപ്പം ഈ പരസ്യം അങ്ങ് വൈറലാകുകയാണ്. പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത്
നമ്മുടെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് വേണ്ടിയാണ്. ഏതായാലും ഓഗസ്റ്റ് 28 ഡേറ്റ്. ഹൃദയപൂർവ്വം തിയേറ്ററിൽ ഇറങ്ങിയാണ്. അടുത്ത 100 കോടി ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയ ആയാലും സിനിമാ മേഖലയായാലും ഒരു ലാലേട്ടൻ തരംഗമാണ്. അത് വീണ്ടും ആവർത്തിക്കും എന്ന് തന്നെയാണ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സന്തോഷപൂർവ്വം ലാലേട്ടൻ്റെ പുതിയ ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടൻ വിശേഷങ്ങൾ ആയിട്ട് വീണ്ടും ഞാനെത്തും. ബിഗ് ബോസ് ഉണ്ടെങ്കിലും ലാലേട്ടൻ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാനെത്തും. അപ്പം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ എല്ലാവർക്കും ശുഭദിനം.